ശ്രീ ജലീൽ പുനലൂർ, വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വലിയൊരു രാഷ്ട്രീയ ആയുധമായിരിക്കുകയാണ് പിണറായി വിജയനെതിരെ. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം കണ്ടതാണ്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികളും നവകേരള യാത്രകളും വീടുകൾ കയറി ഇറങ്ങിയുള്ള ഒരു പ്രചാരണവും ഒക്കെ വിഭാവനം ചെയ്തുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ ഈ പരാമർശം ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന കാഴ്ചയാണ്. കൃത്യമായ നിലപാടും വികസനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് താങ്കൾ ഈ പറഞ്ഞ ഒരു ആരോപണങ്ങളും നിലനിൽക്കുന്നതല്ല. കേരളം അത് തള്ളിക്കളഞ്ഞ ചരിത്രമാണ് നമുക്കുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാമുദായിക നേതാക്കൾ എന്ന് പറയുന്നത് കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ ഒക്കെ ചങ്ങായിമാരാണ്. അവരുടേതായ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി അതാത് സാമുദായികങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനപ്പുറം ഇവർക്കൊന്നും സ്വന്തം സമുദായത്തോട് ഒരു പ്രതിബദ്ധതയില്ലെന്ന് എല്ലാ സമുദായ മക്കളും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഇത്രയും വലിയ മുസ്ലിം വിരുദ്ധത പറയുന്നുവെന്ന് ഇവിടെ എല്ലാവരും പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിൻ്റെ മകൻ UAE അജ്മാനിൽ ചെക്ക് കേസിൽ തട്ടിപ്പിൽപ്പെട്ട് ജയിലിലായി. ചെറിയ തുകയൊന്നുമല്ല, വലിയ തുകയാണ്. അദ്ദേഹം ആദ്യം രക്ഷയ്ക്ക് വിളിച്ചതാരാ? യൂസുഫ് അലിയെയാണ്. രക്ഷപ്പെടുത്തിയതാരാ? യൂസുഫ് അലിയാണ്. അപ്പോൾ അദ്ദേഹം ഈ പറയപ്പെടുന്ന മുസ്ലിങ്ങൾ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉയരുന്നു എന്ന് പറയുന്ന ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അത് എല്ലാ സമുദായ നേതാക്കളും അങ്ങനെ. സമുദായത്തിൻ്റെ തലയെണ്ണി കുറേ സ്ഥാപനങ്ങൾ വാങ്ങുക. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം മലപ്പുറത്തെ പറയുന്നുണ്ടല്ലോ, UDF സർക്കാരിൻ്റെ ലീഗ് ഭരണത്തിൽ ഇരിക്കുന്ന കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മതസംഘടനയാണ് കാന്തപുരത്തിൻ്റെ വിഭാഗം എന്ന് പറയുന്നത്. ആ വിഭാഗത്തിന് ലീഗ് മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂൾ കൊടുത്തില്ല. പക്ഷേ പെരിന്തൽമണ്ണയിൽ അന്ന് ലീഗിൻ്റെ ഒക്കെ ചങ്ങായിയായ വെള്ളാപ്പള്ളി നടേശന് കോളേജ് കൊടുത്തു. അപ്പോൾ അവർ തമ്മിലുള്ള സാമുദായിക നേതാക്കൾ തമ്മിലുള്ള വീതം വെപ്പിൽ കക്ഷിയാകാനൊന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് താല്പര്യമില്ല. പിന്നെ ഈ ഒരു ചക്കുളത്തിപ്പോര് കണ്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വെള്ളം ഈ കോൺഗ്രസും BJPയും വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം അത് അങ്ങ് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. കാരണം സാമുദായിക നേതാക്കൾ പറയുന്നിടത്ത് വോട്ട് കുത്തുന്ന ഒരു സമീപനം കേരളത്തിലില്ല. പിന്നെ ഇപ്പം ഇവിടെ പറയുന്നുണ്ടല്ലോ, മുസ്ലിം ധ്രുവീകരണം ഉണ്ടായി, എല്ലാവരും ലീഗ് പറയുന്ന പോലെ വോട്ട് ചെയ്യുമെന്ന്. എത്ര വിഡ്ഢിത്വമാണ് നിങ്ങൾ ഈ പറയുന്നത്? 6.5 ലക്ഷം മുസ്ലിങ്ങളുണ്ട് കൊല്ലം ജില്ലയിൽ. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള കൊല്ലം ജില്ലയിലാണ്. അവിടെ ലീഗിന് എണീറ്റ് നിൽക്കാൻ 4 സീറ്റ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് ഇനി എന്ത് ഗതിയാണ് കൊല്ലം ജില്ലയിലുണ്ടായത്? ഇടതുപക്ഷത്തിൻ്റെ ചെറിയ തിരിച്ചടികൾ ആ കോർപ്പറേഷൻ അടക്കം ഉണ്ടെങ്കിലും ആ ജില്ലയുടെ പൊതു സ്വഭാവം നോക്കുമ്പോൾ ഇടതുപക്ഷം കുതിച്ചുപായുന്ന ഒരു ചിത്രത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ലീഗും പാണക്കാട് തങ്ങളും പറയുന്നിടത്ത് മുസ്ലിങ്ങളും, NSS പറയുന്നിടത്ത് പിന്നെ നായരും, പിന്നെ SNDP പറയുന്നിടത്ത്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് ഈഴവർ വോട്ട് ചെയ്താൽ ഈ മലയാളി എവിടോട്ട് പോകും? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇത് കേരളമാണ്. വിദ്യാസമ്പന്നത കൊണ്ടും സാക്ഷരത കൊണ്ടും പൊതു അറിവ് കൊണ്ടും പൊതുബോധ്യങ്ങൾ കൊണ്ടും ലോകപരിചയം കൊണ്ട് ഏറെ മുന്നിൽ പോയി ലോകത്തിൻ്റെ കയ്യടി നേടിയ ഒരു സമൂഹമാണ് മലയാളികൾ. അത് ഏതെങ്കിലും ഒരു സമുദായ മാടമ്പിയുടെ വാക്ക് കേട്ടുകൊണ്ട് അങ്ങോട്ട് വോട്ട് ചെയ്യാനും ഇങ്ങോട്ട് വോട്ട് ചെയ്യാനും കേരളത്തെ സംബന്ധിച്ച് അത് സാധ്യതയില്ല. പിന്നെ മറ്റൊന്നും കൂടി പറയാം. ഈ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തിരിച്ചറിവ് ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകണം. കാരണം ന്യൂനപക്ഷങ്ങൾ ഇരകളുടെ സംരക്ഷകൻ ആരാണെന്ന് ന്യൂനപക്ഷങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ വേട്ടക്കാരനോടൊപ്പമാണ് പോകുന്നത്. അവർക്ക് തിരിച്ചറിവുണ്ടാവാത്തതിൻ്റെ കാരണം പൗരത്വ വിഷയം, അതുപോലെ തന്നെ ഫലസ്തീൻ വിഷയം, അതുപോലെ തന്നെ ഇപ്പോഴും വന്നിട്ടുള്ള SIR വിഷയം, ഈ വിഷയത്തിലൊക്കെ കോൺഗ്രസിനെ പോലെ നാടകം കളിക്കാൻ ഇടതുപക്ഷത്തെ കിട്ടിയിട്ടില്ല. ഇടതുപക്ഷം ഏതെങ്കിലും നിലപാട് സ്വീകരിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങാൻ വേണ്ടിയല്ല. പക്ഷേ ഇടതുപക്ഷം ഫലസ്തീൻ വിഷയത്തിലായാലും പൗരത്വ വിഷയത്തിലായാലും പലതരത്തിലുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് ചില ഇടതുപക്ഷ അനുഭാവികളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാകാം. ആ തെറ്റിദ്ധാരണ ഇടതുപക്ഷം മാറ്റും. ന്യൂനപക്ഷ സമൂഹങ്ങളെ സംബന്ധിച്ച് കൃത്യമായൊരു മുന്നറിയിപ്പാണ്. കുളം കലക്കാൻ പലരും കാത്തിരിക്കുന്നുണ്ട്. ഇടതുപക്ഷമാണ് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിയെ ഇല്ലാതാക്കാൻ ലീഗിനും വെൽഫെയറിനും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് അമിതമായി ഇടതുപക്ഷത്തെ വേട്ടയാടിയാൽ അതിൻ്റെ ദുരന്തം പേരേണ്ടി വരുന്നത് ന്യൂനപക്ഷങ്ങളായിരിക്കും, പിന്നോക്ക വിഭാഗങ്ങളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരു കാര്യം, അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ് ശ്രീ RV ബാബു സാർ ഇവിടെ പറഞ്ഞത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ലീഗിനോട് എതിരുണ്ടെങ്കിലും അത്തരം സമീപനമൊന്നും മലപ്പുറം ജില്ലയിൽ ഒരു കാലത്ത് ലീഗ്
സ്വീകരിച്ചിട്ടില്ല. ലീഗിന് മുൻതൂക്കമുള്ള ജില്ലാ പഞ്ചായത്തും അതുപോലുള്ള സന്ദേശ പഠന വകുപ്പുകളും ഒക്കെ തന്നെ തുഞ്ചത്തെഴുത്തൻ എന്ന് പറയുന്ന കേരള ഭാഷയുടെ പിതാവിനെ വലിയ മഹിതമായ നിലയിലുള്ള ആദരവ് കൊടുക്കുന്നതിൽ വളരെയേറെ ശുഷ്കാന്തി കാട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതിലും എനിക്ക് ഒരു മടിയുമില്ല.